കഴിഞ്ഞ 2 വർഷക്കാലമായി പള്ളിയോട സേവാ സംഘം മാതൃഭൂമിയായി ചേർന്നുകൊണ്ട് നീന്തൽ പരിശീലനം ആറന്മുള സത്രക്കടയിൽ നടത്തിയ നമ്മുടെ പള്ളിയോടത്തിലെ കയറുന്ന കുട്ടികൾക്ക് മിക്കവാറും ആൾക്കാർക്ക് നീന്തൽ അറിയില്ല എന്നുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട് കരകളിൽ നിന്നും അതുപോലെ മറ്റ് വ്യക്തികളുമൊക്കെ ഈ പള്ളിയോടത്തിൽ കയറുന്ന ആൾക്കാർക്ക് നീന്തൽ പരിശീലനം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ 2 വർഷമായിട്ട് നീന്തൽ പരിശീലനം നടന്നു വരികയാണ്. 500-ലധികം കുട്ടികളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നീന്തൽ പരിശീലനം കഴിഞ്ഞ 2 വർഷമായിട്ട് പരിശീലനം നേടുകയുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പമ്പ തീരത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കുളിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരും അതേപോലെ പള്ളിയോടത്തിൽ കയറുന്ന ആൾക്കാരും ഒക്കെ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പല ആൾക്കാരും വെള്ളത്തിൽ മുങ്ങി താഴുകയുണ്ടായി. വെള്ളം എന്ന് കേട്ടാല് ഭയക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് യുവാക്കൾ മാറി. അതിന് കാരണം പണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ തന്നെ കൂട്ടുകൂടിയിട്ട് ആറ്റിൽ പോയി കുളിക്കുകയും അങ്ങനെ കുളിക്കുന്ന സമയത്ത് നീന്തൽ പരിശീലിക്കുകയും അങ്ങനെ ആറ്റിലെ കുളിയും ആറ്റിലെ നീന്തൽ പരിശീലനം ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ഇല്ലാതായി മാറുകയും നീന്താൻ അറിയാത്തത് കൊണ്ട് ആറ്റിൽ വീണാല് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ആണ് ഇവിടെ ഈ നടത്തുന്ന നീന്തൽ പരിശീലനം. അത് പള്ളിയോടങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈ ചുറ്റുപാടുമുള്ള ആർക്ക് വേണമെങ്കിലും ഈ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കാം. അത്തരത്തിലെ വരുന്ന വർഷവും ഇതേപോലെയുള്ള നീന്തൽ പരിശീലന കളരികള് കൂടുതൽ ദിവസം സംഘടിപ്പിക്കുകയാണ്. ഇതിലെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവർക്കൊരു ശാരീരികമായ ഒരു ക്ഷമത കിട്ടാൻ കൂടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ നീന്തൽ പരിശീലനം. ആറന്മുള ജലമേളയുടെ സംഘാടക സമിതിയായ പള്ളിയോട സേവാ സംഘം ഈ വർഷവും ഒരു നീന്തൽ പഠന കളരി നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് ആരംഭിച്ചത്. പമ്പാ നദിയിൽ പള്ളിയോടത്തിൽ കയറുന്ന ചെറുപ്പക്കാരായ ആൾക്കാർക്ക് നീന്തറിയില്ല എങ്കിൽ അപകടകരമാണെന്ന് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവം കൊണ്ട് പഠിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന ഒരു പരിപാടി നടക്കുന്നു. പമ്പാ നദിയിൽ തന്നെ ഒഴുക്കുള്ള സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സഹായത്തോടെ കഴിഞ്ഞ കൊല്ലം 286 പേർക്കും ഇക്കൊല്ലം 2 ദിവസമായിട്ട് ഏകദേശം 280 പേർക്കും നമ്മൾ ഒരു പ്രാഥമിക പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇതുകൊണ്ട് മാത്രം നീന്തൽ പഠിക്കാൻ കഴിയുകയില്ല, അവർക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നു. കൂടാതെ തന്നെ അവർക്ക് ഭയം മാറ്റുന്നു. ഒഴുക്കിൽ ഇറങ്ങി നീന്തി തുടങ്ങുവാൻ ഭയം മാറ്റിയെടുക്കുക എന്നുള്ളതും ആവശ്യമാണ്. 18 വയസ്സ് മുതലാണ് പള്ളിയോടത്തിൽ കയറ്റുന്നത്. ആ സമയത്തേക്ക് അവർ പൂർണ്ണമായി നീന്തൽ പഠിക്കുകയും സ്വയം രക്ഷയ്ക്കായിട്ട് നീന്തി രക്ഷപ്പെടാനും ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാനുമാണ് ഈ കളരി നടത്തുന്നത്. കൊച്ചുകുട്ടികൾക്ക് വേണ്ട സംരക്ഷണത്തോടാണ് നമ്മൾ ഈ കളരി നടത്തുന്നത്. വരും കൊല്ലങ്ങളിൽ കൂടുതൽ ദിവസവും ഇത് നടത്താനും ഇവരെ എല്ലാം നന്നായിട്ട് നീന്തൽ പഠിപ്പിക്കാനും ഞങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വഞ്ചിപ്പാട്ട് പഠന കളരി നാളെ തുടങ്ങിയാണ്. അടുത്ത 3 ദിവസം 3 മേഖലയിലായിട്ട് തിരിച്ച് ഓരോ സ്ഥലത്തും 180 കുട്ടികൾക്ക് വീതം വഞ്ചിപ്പാട്ട് പഠിക്കുന്നതിനുള്ള സംവിധാനവും പള്ളിയോട സേവാ സംഘം ചെയ്യുന്നു. അതും 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അത് 3 മേഖലയിലായിട്ട് നടത്തിയ ശേഷം 3-ാം ദിവസം, അതായത് 20-ാം തീയതി ഭഗവാന്റെ മുമ്പിൽ അവർ വന്ന് പാടി സമർപ്പിക്കുന്നതോടുകൂടി ആ പരിപാടി അവസാനിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടാണ് അത് നടത്തുന്നത്.